കൊടിയിട്ടല്ലോ നമ്മുടെ പോളോ സുന്ദരനായല്ലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹാപ്പി ഓണം, ഹാപ്പി ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ഒന്നുമല്ല, ഹാപ്പി ഓണം. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഗായ്സ്, ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. ഞാൻ മറ്റേ മൂശേട്ട കണക്കായിരുന്നു. പോളോയെ അറേഞ്ച് ചെയ്യണം, അച്ചുവിന് അത് അതാൻ പോട്ട് ഈ ചെറുക്കന്മാരെ ഇവരെല്ലാവരുടെ ഒരുവിധം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് ഗൈസ്. അതാണ് തൊണ്ട സൗണ്ട് ഒക്കെ ഇങ്ങനെ മാറിയിരിക്കണം. സോ ഗായ്സ്, ഇത് നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് ഓണാണ്. ഞങ്ങൾ ഇതുവരെ ഓണം ആഘോഷിച്ചിട്ടില്ല. ഇല്ലമ്മ, ഞങ്ങൾ എപ്പോഴും നമ്മളെ വീട്ടിൽ വെച്ചിട്ടില്ല. നമ്മൾ എപ്പോഴും ജനിച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ അപ്പൂപ്പന്റെ വീട്ടിൽ പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വിളിക്കുമ്പോൾ അവിടെ പോകും. സോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ എല്ലാവരുടെ ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഓണമൊക്കെ ആഘോഷിച്ചിട്ടിരിക്കുകയാണ്. ഇതിപ്പോ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം എടുക്കുന്ന പരിപാടിയാണ്. ഇപ്പം നിങ്ങൾ പോയി നമ്മുടെ ഓണം വ്ലോഗ് കണ്ടിട്ട് വാ. സോ ഗൈസ്, നമ്മൾ ഓണായിട്ട് കോലോ തൊണ്ണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇങ്ങോട്ട് നില്ല്. ഈ കോലോ തൊണ്ണി അക്കുണ്ണി പേര്. ആഹാ, അഴക് റാസ. നീ ഈ മുഖം മാത്രം വളരരുത്. അമ്മക്ക് ഈ നിഷ്കു അക്കുനെയാണ് വേണ്ടത്. അങ്ങനെയുണ്ടോ? നമുക്ക് ഇത്ര ചന്തത്തിലിരിക്കണം കേട്ടാ. നീ അബി ഉണ്ണി ഉണ്ടാക്കട്ടെ. വാ, ഇതൊന്നും കാണാൻ വരുന്നില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹാപ്പി ഓണം. ഗൈസ്, ഇവിടത്തെ ബിഗ് ബോസ് അഡിക്റ്റ് ആണ് ഗൈസ്. ഇവിടെ ബിഗ് ബോസ്. അക്കുന് 9:30 അക്കുന് റൂം എത്തണം ബിഗ് ബോസ് കാണാൻ വേണ്ടിട്ട്. പാവ നിഷ്കുണ്ണി, സ്വഭാവ നിഷ്കു അല്ലെങ്കിൽ കാണാൻ നിഷ്കുണ്ണി. എടി മാളു, നിന്റെ ആ ശ്ലോകം കൊണ്ട് നീ ചാത്തപ്പോഴാണ്. ഗൈസ്, അക്കുന് വേണ്ടിട്ട് ഞാൻ ഇപ്പം തന്നെ നിമിഷ കവിയായിട്ട് ഞാൻ രചിച്ചിരിക്കുന്ന പാട്ടാണ്. കണ്ണാഞ്ചുണ്ണി പോരാമോ. അങ്ങോട്ട് കാണും നിന്റെ എക്സ്പ്രഷൻ. എന്നോടിഷ്ടം കൊല്ലണമോ കൊല്ലണേ. ഇത്രേ ഉള്ളു, 2 വരേ ഉള്ളു. നിമിഷ കവിയാണ് 2 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്തത്. എല്ലാവർക്കും അക്കുന്റെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മുടി നല്ല വളർത്തിയെങ്കിൽ ഇങ്ങനെ 2 സൈഡിൽ കെട്ടായിരുന്നു. നിങ്ങൾ എന്റെ കൊച്ചിനെ എന്തിനാക്കാൻ പോകണ്ട? നല്ലതല്ലേ? അവനൊന്നും പറയാല. അവൻ ഇൻവെർട്ടറാണ് ഗൈസ്, ഇവിടത്തെ ഇൻവെർട്ടർ. കണ്ടപ്പോൾ മാത്രം പ്രവർത്തിക്കും. ഓണായിട്ട് എന്താണ് എല്ലാവർക്കും പറയാനുള്ളത്? ഓണം ഒരു ഓണം, സദ്യ തിന്നുന്ന ഓണം. എന്റെ പോലെ കഴിവ് കേട്ട നിമിഷ കവിയായി. പറ, ഓണം ഒരു ഓണം, സദ്യ തിന്നുന്ന ഓണം, ഷൂട്ട് ചെയ്യുന്ന ഓണം, അത് നമ്മളെ ഓണം, ഫോട്ടോ എടുക്കുന്ന ഓണം. ഓക്കെ, ഇപ്പോഴത്തെ അതിന്റെ ഓണം, ട്രെൻഡിങ് ഓണം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ പോയി കാപ്പി പിടിക്കട്ടെ. അവരെല്ലാം മാങ്ങി പിടിച്ചാ ഞാൻ പോയി നീ കാപ്പി പിടിക്കട്ടെ. എന്തായിരുന്നടാ കാപ്പിപ്പൊടി അമ്പ്. അതാണ്ട ബോളി ഉണ്ടല്ലോ, ബോളി ലവർ ഗൈസ്. ഇന്നലെ ഞാൻ ഇവിടെ പായസം വെച്ചേ. ഇന്നലെ ഇവിടത്തെ 2 കവർ ബോളിയാണ് ഈ നാറി തിന്ന് തീർത്തത്. അയ്യോ, എവിടെയാടാ ഞാൻ ഇന്നലെ വെച്ച ബോളി. ഹാപ്പി ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ഒന്നുമല്ല, ഹാപ്പി ഓണം. താങ്ക്സ് ഗൈസ്. ഇത് കഴിഞ്ഞ വർഷത്തോടൊക്കെയാണ് തന്നെ. എനിക്ക് ബോധമില്ല. ഹാപ്പി ഓണം പറയും. ഓ, എന്റെ പൂച്ച കൊല്ലല്ലേ. എന്റെ അമ്മൂമ്മക്ക് പൂച്ചയെന്ന് വെച്ചാൽ ജീവനാണ്. ഇപ്പൊ ഞാൻ കാണിച്ചില്ല. ആണ്ട നിങ്ങളെ ചെറുകുട്ടിയില്ല, പേരക്കുട്ടി. അതല്ല, അബീര കുട്ടി. അവീര കുട്ടിയെ എനിക്ക് അറിയാം. ഇതാണ് ഞങ്ങളെ കുഞ്ഞാത്തോള്. ഒഫീഷ്യൽ നെയിം സൂസി. അബി കൊണ്ടുവന്നത് എവിടെന്നാ? അബി കൊണ്ടുവന്നത് സ്കൂളിൽ ഇട്ട് വന്നപ്പോ, പാല് വാങ്ങിച്ചിട്ട് വന്നപ്പോ കൊണ്ടുവന്നത്. നമുക്ക് ഓണക്കളികളുണ്ട്. ആദ്യത്തെ പരിപാടി സുന്ദരിക്ക് പൊട്ടുതൊടൻ. നിങ്ങളാണ് സുന്ദരി. നിങ്ങൾ കണ്ണട നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ മതി. എല്ലാരും വന്ന് പൊട്ടുതൊടും. അവരിരിക്കണം, ഞാൻ ഇരിക്കാം.
സുന്ദരിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്, അതുങ്ങളെയല്ല. ഒട്ടിടാമോ ഞാൻ സുന്ദരിയാവും. ഇനി വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ ഓണം ഇവിടെ ഓണക്കോടി എനിക്ക് നടക്കാൻ വയ്യ. ഹാപ്പി ഓണം. ഇതൊരു സന്തോഷമില്ലാത്ത ഓണക്കോടി ഇട്ടിട്ട് സന്തോഷമൊക്കെയുണ്ട്. നല്ല സന്തോഷമുണ്ട്. സന്തോഷിച്ചിരിക്കണ്ട കരയമ്മ. എനിക്കാ അതാ സെറ്റും മുണ്ട് വാങ്ങിച്ച എല്ലാവർക്കും. ഓണക്കോടി നമ്മൾ അച്ഛന് ഓണക്കോടി ഇട്ട് കൊടുക്കാൻ നമ്മുടെ അച്ഛന് ഓണക്കോടി ഫ്രോക്കാണ് എടുത്തിരിക്കണത്. കണ്ട നമ്മൾ അച്ഛനും ഓണക്കോടി ഇട്ട് ഇത് സിമ്പിളത്തി ആയതുകൊണ്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റും. ഇനി മറ്റേ അമ്മേരെ കാണ്ടാഹാർ പോളോയ്ക്ക് ഇടാൻ പോവുകയാണ്. ഭയങ്കര അക്രമമാണ്. അപ്പം എന്തായാലും കുറച്ചു നേരം എടുക്കും. അവൻ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഷർട്ടാണ് എടുത്തത്. ഷർട്ടും ബാക്ക് മറയ്ക്കാൻ വേണ്ടിട്ട് മുണ്ട് പോലെ ഇങ്ങനെ അങ്ങനെയുണ്ട്. കാണിച്ചു കൊടുക്കട്ടെ. അങ്ങനെയുണ്ട് പോളോ ഒരു ഷർട്ട്. ഓ നിങ്ങൾ അവളടുത്ത് എന്തെങ്കിലും പറയും. ഇത്രയും നല്ല ഫ്രോക്ക് ഇട്ടോ. അമ്മയുടെ പഞ്ഞു കഴിഞ്ഞ് നമുക്ക് അകത്ത് പോവാം. മതി, അകത്ത് കയറില്ല. ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ മാത്രം അച്ചൂരുള്ള സംഭവം കഴിച്ചതിനകത്തുള്ള എൻട്രി വിശേഷ. അയ്യോ ഇത് എന്തൊരു സൗന്ദര്യം. നാട്ടിലെ എല്ലാ ആൺപട്ടികളും എന്റെ മക്കളെ പിറകെ വരും. എന്റെ മക്കള് വളയരുത്, എന്റെ മക്കള് വളയരുത്. അമ്മയുടെ പൊന്നിന് എന്തൊരു ചന്തം. പോളോ ശശിക്ക് അമ്മ ഇടുക. അമ്മയുടെ ശശി അടിയാ കണ്ടകാല എന്റെ അമ്മേരെ കാണ്ടഹാറാണ്. ഇവിടത്തെ ഇങ്ങനെ ആക്കിയിട്ടേക്കണ ഒരുത്തനാണ് കഴിച്ചത്. അവൻ എന്തെങ്കിലും കിട്ടിയപ്പോ അപ്പ ഇവിടെ നശിപ്പിച്ചോളെ. അമ്മയുടെ പൊന്നിന് ഹാപ്പി ഓണം. ഓണം വന്നല്ലോ ഓണക്കോടി രണ്ടേ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാം. ഓണക്കോടി എന്റെ അമ്മേരെ പോളോയ്ക്ക് ഡ്രസ് ഇടൽ ചടങ്ങാണ്. പോളോ കിട്ടണൊക്കെ എന്നെ നമ്മള് ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തേ. ഇതിപ്പോ എന്റെ മങ്കി ഫേസ് ആണ്. ഇങ്ങനെ മെലിഞ്ഞിരിക്കുക, അതായത് ഇങ്ങനെ നീണ്ട് ഇങ്ങനെ വരുമെന്നാണ് ചേട്ടൻ പറഞ്ഞായിരുന്നു. ദിസ് ഈസ് മങ്കി ഫേസ്. രാവിലെ നമ്മൾ കുളിച്ച് ഓണക്കോടിയൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇട്ട് എടാ ഇത്രയും നല്ലൊരു ഷർട്ട് കെട്ടിയിട്ട് നല്ലപോലെ ഇരിയടാ. വെറും അക്രമമാണ്. അതുകൊണ്ടാണ് എന്താ എന്തരാ പറ്റി പാവത്താനെ പോലെ ഇരിക്കാണ്. നോക്കട്ടെ പെണ്ണെ ഷർട്ട് ഇട്ടോ വെച്ചു. ഇത് എന്തൊരു സൗന്ദര്യം. എന്റെ എത്രയായി? ഗുഡ് ബോയ്. അമ്മയുടെ പൊന്ന് നല്ല സുന്ദരനാണ്. പറഞ്ഞാലും കേക്കും. ഇവിടെ അമ്മൂമ്മ പറയാനൊക്കെ ചുമ്മയാണ്. എന്റെ മക്കൾ അഴുക്കിയെന്ന്. ചെണ്ടമേളക്കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്. സദ്യക്കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട്. ഓണം വന്നല്ലോ ഓണക്കൊടിയിട്ടല്ലോ നമ്മുടെ പോളോ സുന്ദരനായല്ലോ. ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് സമയമായി. നമുക്കിനി പരിപാടിയിലോട്ട് കിടക്കാൻ കഴിയും. അടപ്പായസം ഉണ്ട്, പാൽപ്പായസം ഉണ്ട്, വിത്ത് ബൂന്തിയും ബോളിയും. ബോളി അബിക്കില്ല, അബിക്ക് കട്ടക്ക് 3 കവർ ബോളി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഗൈസ്. ഭയങ്കര ബോളി കൊതി. അതിന് ഇന്നലെയാണ് അറിയണത്. ഭയങ്കര ഇഷ്ടമുണ്ടെന്ന്. ഇനി നമുക്ക് കറികളെ കഴിക്കാതിരിക്കാം. അബിക്ക് തന്നെ പ്രത്യേകിച്ച് ഒരെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. പൊടിയല്ല അബിക്ക് പരിപ്പാണോ? ചോറ് തന്നും വെല്ലുവിളി എന്തെങ്കിലും ആയിരിക്കും.
സൗണ്ട് ഇട്ടാ നെക്സ്റ്റ് വന്തി നിങ്ങൾ വരി ലാസ്റ്റ് വന്തി അങ്ങനെ ഗൈസ് നമ്മളാണ് ലാസ്റ്റ് പന്തിയിലെ ആൾക്കാര്. ഇഞ്ചി, നാരങ്ങ, മാങ്ങാച്ചാറ്, കിച്ചടി, പച്ചടി, ഇതെന്താ മഞ്ഞക്കറി, ക്യാരറ്റ് കിച്ചടിയാണ്. ക്യാരറ്റ് അല്ല, ക്യാരറ്റ് കിച്ചടി, തോരൻ, അവിയല്, കൂട്ടുകറി, പപ്പടം, ഉപ്പേരി, പരിപ്പ്. ഗൈസ് ഇനി നമ്മൾ കഴിച്ചിട്ട് വരാം. ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കട്ട ആക്രാന്തത്തിരിക്കുകയാണ്. അങ്ങനെ ഇനി പെട്ടെന്ന് കഴിക്കണം, പായസം കുടിക്കണം. ബോളി ഇട്ട് പായസം, ബോളിയുണ്ട്, ബൂന്തിയുണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾക്ക് പഴം തന്നില്ല, പഴം താ ഗൈസ്. ആദ്യം നമുക്ക് അടപ്പായസം. ഇത് ഇവിടെ ഒഴിക്കണത്, പിന്നെ ഞങ്ങൾക്ക് തല ഒഴിക്കണോ? ഇവിടെ വേണം ഒഴിക്കാൻ. പായസം തരൂല. ഇതെന്താ ഇത്? ഇനി അടുത്ത ബോളി ഇതും ആര് തരും? എനിക്ക് ബൂന്തി വേണം, ബോളി വേണം, പായസം വേണം. 3 പെട്ടെന്നുണ്ടോ? ആ കലക്കി എടുക്കണം, കലക്കി. അത് ഞങ്ങളുടെ തിരുവനന്തപുരംകാരുടെ തനതായ സാധനമാണ് ബോളി. കുറച്ചുകൂടെ ആവാം. താങ്ക്സ്. പിന്നെ ആളുണ്ട്. ഉച്ചവണം നിന്ന് മയക്കാം. വരുവാ മത്തപ്പൂടണം. ഇന്ന് പോണേ, അതിന് ഇന്നലെ 10 അരി ഇട്ടില്ലേ? അമ്മക്ക് എന്ന് തരുവാണ്. സോ ഗൈസ് നമ്മള് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിപ്പം അത്തം ഇടാൻ പോവുകയാണ്. സാധാരണ എല്ലാവരും രാവിലെ എണീറ്റാണ് അത്തം ഇടുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, എനിക്ക് അത്തം ഇട്ടിട്ട് എല്ലാവരെയും കൂടെ ഇട്ട് എനിക്കൊരു ഫോട്ടോ വേണം. ഇങ്ങനെ കുറച്ച് മെമ്മറീസ് ബ്രിങ് ബാക്ക്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എല്ലാവരും ഒരുമിച്ച് വീടിന്റെ ഫ്രണ്ടിൽ അത്തമൊക്കെ ഇട്ട് ഉള്ള. പക്ഷെ രാവിലെ ഇടാനുള്ളൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ രാവിലെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഇതില്ല. ബിക്കോസ് കാറ്റ് അത്ത എല്ലാം കൊണ്ടുപോകും. അപ്പം ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കുന്ന എപ്പോഴും അതിനൊരു അരമണിക്കൂർ മുന്നേ അത്തം ഇടാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത്തം കാറ്റാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ്, അത്തം കാറ്റ് കൊണ്ടുപോകും. അത് ഭയങ്കര വെയിലെന്ന് വെച്ചാൽ നമ്മൾ അത്തം ഇട്ട് കഴിഞ്ഞാൽ സാധനം സ്പോട്ടിൽ കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് വൈകിട്ട് അത്തം ഇട്ടിട്ട് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന്. സോ നമുക്ക് അത്തം ഇടാൻ ഗൈസ്, കമോൺ. നമ്മളെല്ലാവരുടെ വെയിൽ പോയപ്പോൾ പൂ ഇറക്കാൻ വേണ്ടി പോകണം. കുഴപ്പമില്ല, കാരണം ഓണം കഴിഞ്ഞിട്ടല്ലോ. നമുക്ക് നാളെയൊക്കെ നാളെ മെയിൻ ഓണം. അപ്പം ഇവിടെ ഇട്ടേക്കാം ഇങ്ങനെ. ഓണം ഒരു ഓണപ്പാട്ട് പാടി കുറച്ചൊരു അക്കു ഒരു ഓണപ്പാട്ട്. ചന്ദ്രചൂട ചേനെങ്ങനെയോ റോസ വെളിയിലും അതിന്റെ മുതുക്ക് തണ്ട് ഇതിനകത്ത്. ഇവിടെ സംഭവിച്ചാൽ നമ്മൾ ഇപ്പൊ അത്തം ഇട്ടാലും സ്പോട്ടിൽ ഇത് കരിയും. കാരണം ഇന്റർലോക്കൊക്കെ അങ്ങനെ തളച്ച് കിടക്കുകയാണ്. പിന്നെ നാളെ രാവിലെ ആകുമ്പോ ഇവിടെ ഒന്നും കാണൂല. വേറെ പിന്നെ അച്ഛനെയും പോളെ ഇവിടെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കിയേ. പിന്നെ എന്റെ കുട്ടികൾക്ക് ഈവനിങ്ങിൽ ഇത് വേണം, ഈവനിങ് വാക്ക്. പുലികളൊക്കെ നടക്കാണ്ടില്ല, അതാണ് പോളയ്ക്ക് അച്ഛനും ഇങ്ങനെ നടക്കണം. ഗൈസ് ഇവിടെ നടക്കണണ്ട. ഇത് നോക്കിയാണ്, ഇത് റോസേരതൾ. ഇത് റോസേരതൾ ഇവിടെ കണ്ട പറിച്ചുള്ള ഞാൻ എടുത്താ മതി. അപ്പൊ അതാണ് കോൺസെൻട്രേറ്റ് ചെയ്ത്. ഇനി ആ ഫുട്ബോളൊക്കെ മനസ്സിൽ ഒരു 10 മിനിറ്റത്തേക്കാളാം. എന്നിട്ട് അത്തപ്പൂ എന്ന് പറയുന്നത്. സോ ഗൈസ് നമ്മൾ അത്തം ഇവിടെയാണ്. നമ്മൾ ഈ ഡിസൈൻ സ്പോൺസർ ചെയ്തത് അക്കു. അവനാണ് വരച്ചത് ഗൈസ്. അഭിനവ് എന്ന് വെച്ചാൽ ഈ ചെറുക്കൻ അക്കു ചെറുക്കൻ. ഇതിപ്പം ഡിസൈൻ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അക്കുവിന്റെ ഡിസൈൻ ഞാൻ എടുത്തു കൊടുത്തത് അക്കു വരച്ച് സെറ്റ് ചെയ്തതാണ്. അത്തപ്പൂക്കളം കിടന്നും ഇരുന്നും ഒക്കെ ഇടാണ്. നമ്മൾ കണ്ട വെള്ളം ഒഴിച്ച് എണ്ണണം. ഇത് പറന്നോണം ഗൈസ്, കാറ്റടിക്കുമ്പോ അത്രയും പറന്നോണം. ഇത് കണ്ട അവിടെ ഉപദ്രവം, അതുകൂടെ ഉപദ്രവിക്കണം. ഈ കുഞ്ഞാത്തോളെ ഫൈനലി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തേട്ടാ. നമ്മുടെ സഖി ബൈ ജിജിയിലുള്ള സെറ്റാണ് ഇത്. ഇത് രാഗമഞ്ചേരി ഗ്രീൻ. അത് തീർന്നു ഗൈസ്, ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. സോ ഇത് നമ്മുടെ പുതിയ ജുമുക്കയാണ്. എങ്ങനെയുണ്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാളുണ്ട്. തത്തയും പച്ചയും. തത്തയല്ല, എന്തൊരു ഒരു കിളി തത്തയാണെന്ന് തോന്നുന്നു. തത്തയാണ്. സോ ഇതാണ് നമ്മുടെ ഓണക്കോടി. നമ്മൾ ഫോട്ടോ എടുത്ത് മെമ്മറീസ്.
അങ്ങനെ നമ്മൾ നമ്മുടെ ഓണാഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഓണാഘോഷം? വെറൈറ്റി അല്ലായിരുന്ന? കാരണം ഇവിടെ പോകാൻ പാടുന്നു, അങ്ങോട്ട് ഫോട്ടോ എടുക്കാം ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാം. കാരണം എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഫോട്ടോ എടുക്കണം, മസ്റ്റ് ആയിട്ട് എന്തായാലും ഫോട്ടോ എടുക്കണം, എല്ലാവരോടും വെച്ച് ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അത് ഒരാഗ്രഹം, അങ്ങനെ അത് സാധിച്ചു. അപ്പൊ നമ്മൾ അങ്ങനെ അത്തപ്പൂവില്ല, അത്തപ്പൂവൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി അത്ത 3-4 ദിവസം കിടക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇല്ല, കാരണം രാവിലെ ആകുമ്പോൾ കുറെയൊക്കെ കാറ്റ് കൊണ്ട് വെയിലത്ത് കരിഞ്ഞ് പറക്കും ഗൈസ്. അത് ഉറപ്പാണ്. കാരണം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് എടുക്കാം നമുക്ക്. ജമന്തിപ്പൊടി, റോസാപ്പൊടി, മഞ്ഞ ജമന്തി, അങ്ങനെ ഓരോരോ കളർ പൊടിയായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണ് മിക്സ് ചെയ്ത് വേണ്ട നമുക്ക് ഇങ്ങനെ കൈ വെച്ച് പൊടിച്ചെടുക്കുന്ന രീതിക്ക് പൊടിഞ്ഞു വരും. ഇപ്പൊ ഒരുപാട് പേർക്ക് ഓണം നശിക്കാൻ പറ്റില്ല, കാരണം ജോലിക്കൊക്കെ പോവേണ്ടതാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, വൈകിട്ടൊക്കെ സിനിമയൊക്കെ കാണാൻ പോകാൻ ഒരുമിച്ചൊക്കെ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോ ഗൈസ്, വൺസ് അഗെയിൻ ഹാപ്പി ഓണം. ചാച്ചാ ബൈ ബൈ.